പൊന്നാനി ചെറുവായ്ക്കരയിൽ വീട്ടമ്മയെ വായ്മൂടിക്കെട്ടി മർദ്ദിച്ച് സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. ഐശ്വര്യ തിയേറ്ററിന് പിൻവശം ചെറുവായ്ക്കര പള്ളക്കളം സ്വദേശി കുന്തനകത്ത് ഹൌസിൽ രാധയെ കെട്ടിയിട്ട് മർദ്ദിച്ചാണ് സ്വർണം അപഹരിച്ചത്. വിശദവിവരങ്ങളുമായി നൌഷാദ് ചേരുന്നു. നൌഷാദ്, ബുധനാഴ്ച രാവിലെ പുലർച്ചെ ഏകദേശം 4:30 കൂടിയിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. രാധ ഒറ്റയ്ക്കാണ് താമസം. രാധയെ കെട്ടിയിട്ട് മർദ്ദിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു മോഷണം നമ്മുടെ പൊന്നാനി ചെറുവായ്ക്കരയിൽ നടന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ആതിര, പുലർച്ചെ 4:30 സംഭവം നടന്നത്. പൊന്നാനി നെയ്തല്ലൂർ സ്വദേശി ഐശ്വര്യ തിയേറ്ററിന് പിൻവശമുള്ള രാധയുടെ വീട്ടിലാണ് മോഷ്ടാക്കൾ അതിക്രമിച്ച് കയറുകയും അവരുടെ കഴുത്തിൽ പ്ലാസ്റ്റർ കെട്ടുകയും തുടർന്ന് വായിൽ തുണി തിരുകി അവരെ മർദ്ദിക്കുകയുമായിരുന്നു. തുടർന്ന് ഇവരുടെ കഴുത്തിലുണ്ടായിരുന്ന മാല, കമ്മൽ, വള എന്നിവ മോഷ്ടിച്ച് എടുക്കുകയായിരുന്നു മോഷ്ടാക്കൾ. പിന്നീട് മോഷ്ടാക്കൾ രക്ഷപ്പെട്ട് പോവുകയായിരുന്നു. ഇതേ തുടർന്ന് ഇവർ ബോധമില്ലാതെ അഭിനയിച്ചതിനെ തുടർന്നാണ് ഈ മോഷ്ടാക്കളിൽ നിന്നും രക്ഷപ്പെടാനായത് എന്നാണ് ഈ രാധ പറയുന്നത്. പരിക്കേറ്റ രാധയെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം ഇവർ വീട്ടിലേക്ക് തന്നെ തിരിച്ച് വരികയും ചെയ്തു. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തുടർച്ചയായി ഉണ്ടാകുന്ന മോഷണമാണ് ഈ മേഖലയിൽ എന്നാണ് നാട്ടുകാരുടെ പരാതി. നൌഷാദ്, ഏകദേശം ഒരു 4:30 മണിയോടുകൂടി 2 പേർ ചേർന്നാണ് ഇത്തരത്തിലൊരു മോഷണം നടത്തിയിട്ടുള്ളത്, അല്ലേ? അതെ, രാധയുടെ വിവരം പറയുന്നതനുസരിച്ച് 2 പേരാണ് വീടിന്റെ ഭാഗത്തെ വാതിൽ പൊളിച്ച് വീട്ടിനകത്ത് കയറിയത്. പുലർച്ചെ 4:30 ഇവർ ഉണർന്നതിന് ശേഷം തൊട്ടടുത്ത് തന്നെയുള്ള ഹാളിൽ വന്ന് കിടക്കുകയായിരുന്നു. ഈ സമയത്താണ് മോഷ്ടാക്കൾ എത്തുകയും ഇവരുടെ വായ് മൂടിക്കെട്ടി ആഭരണങ്ങൾ കവരുകയും ചെയ്തത്. അപ്പോൾ ഇതിനിടയിൽ ഇവർ കണ്ടത് 2 പേരെയാണ്. ഒരാൾ കുറച്ച് പ്രായമുള്ള ആളും മറ്റൊരു യുവാവുമാണ് മോഷണം നടത്തിയതെന്നാണ് രാധ പറയുന്നത്. രാധ ഇതിനുശേഷം ബോധമില്ലാതെ കിടക്കുകയും ഇതേ തുടർന്നാണ് മോഷ്ടാക്കൾ രക്ഷപ്പെടുകയും ചെയ്തത്. മോഷ്ടാക്കൾ രക്ഷപ്പെട്ടതിന് ശേഷമാണ് തൊട്ടടുത്ത വീട്ടിലേക്ക് രാധ പോവുകയും അവരോട് വിവരം ധരിപ്പിക്കുകയും ചെയ്തത്. തുടർന്ന് വാർഡ് കൗൺസിലർ ഉൾപ്പെടെയുള്ളവർ ആണ് ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. പിന്നീട് എത്തിയതിനു ശേഷം തിരൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും പൊന്നാനി പോലീസും ചേർന്ന് വീട്ടിലെത്തുകയും ഇവരോട് കാര്യങ്ങൾ തിരക്കുകയുമായിരുന്നു. മോഷണം നടന്ന രീതിയും മറ്റു കാര്യങ്ങളും ചോദിച്ചറിയുകയും ചെയ്തു. കൂടാതെ ഇവർ രക്ഷപ്പെട്ടത് നെയ്തല്ലൂർ ഭാഗത്തേക്കാണ്, ബൈക്കിലാണ് രക്ഷപ്പെട്ടത് എന്നാണ് ഇവർ നൽകുന്ന പ്രാഥമിക മൊഴി. തൊട്ടടുത്തുള്ള CCTV ദൃശ്യങ്ങൾ, അടുത്തുള്ള വീടുകളിൽ CCTV ഉണ്ടോ, ഇതിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ലഭ്യമാകുമോ എന്നുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസ്. അതുപോലെ തന്നെ നൌഷാദ്, പൊന്നാനിയിൽ നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള മോഷണ പരമ്പരകൾ അരങ്ങേറുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നും മോഷണങ്ങൾക്കുള്ള ഇത്തരം കള്ളന്മാരെ പിടിക്കാനുള്ള കൃത്യമായിട്ടുള്ള ഒരു പരിശോധന നടക്കുന്നില്ലെന്നുള്ള ആക്ഷേപവും പരാതിയും ഇതിനോടകം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ വീടിനോട് ചേർന്നുള്ള മറ്റൊരു വീട്ടിലാണ് ഒരു 350 പവൻ കവർന്നിട്ടുള്ള വലിയൊരു കവർച്ച നടന്നിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിൽ എങ്ങനെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കുന്നില്ലെന്നുള്ള ഒരു ആരോപണവും കൂടി ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്, അല്ലെ? ഇവിടെ പൊന്നാനി BM പ്രദേശത്ത് തുടർച്ചയായി മോഷണം നടക്കുന്നുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നേരത്തെ BM മേഖലയിലെ 9ഓളം കടകളിൽ ഒരേ രാത്രിയിൽ മോഷണം നടന്നു. ഇതിനുശേഷം ഇപ്പോൾ ഇന്ന് പുലർച്ചെ മോഷണം നടന്ന വീടിനോട് ചേർന്ന് 100 മീറ്റർ അകലെയാണ് ആഴ്ചകൾക്ക് മുമ്പ് 1.25 കോടി രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയത്. ഐശ്വര്യ തിയേറ്ററിന് തൊട്ട് പിന്നിലുള്ള വീട്ടിൽ നിന്നായിരുന്നു അത് മോഷണം പോയത്. ഇതിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ഇതിന് തൊട്ടടുത്തുള്ള വീട്ടിൽ ഇന്ന് വീണ്ടും മോഷണം ഉണ്ടായത്. അപ്പോൾ പോലീസ് നിഷ്ക്രിയമാണെന്നാണ് നാട്ടുകാരുടെ പക്ഷം. പക്ഷേ പോലീസ് പറയുന്നത് മോഷ്ടാക്കളിലേക്ക് എത്തുന്നതിനുള്ള എല്ലാവിധ തെളിവുകളും ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് കൂടുതൽ ദൂരെയല്ലാത്ത മോഷ്ടാക്കളാണ് ഇന്നത്തെ മോഷണം നടത്തിയതെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ്. കാരണം ഈ രാധ വീട്ടിൽ തനിച്ച് കഴിയുന്ന സ്ത്രീയാണ്. ഈ വീട്ടിൽ മറ്റാരുമില്ലെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണോ ഇവർ അകത്ത് കടന്നതെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. പോലീസ് ലഭ്യമാക്കുന്ന വിവരമനുസരിച്ച് പ്രതികളെ ഉടൻ തന്നെ വലയിലാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലുമാണ് പോലീസ്.